സർവകലാശാല ആസ്ഥാനത്താണ് മോഹനൻ കുന്നുമ്മേലിനെതിരെ അദ്ദേഹം RSS പരിപാടിയിൽ പങ്കെടുത്തു എന്നൊക്കെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFIയുടെ ഒരു വേറിട്ട പ്രതിഷേധം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനിശ്ചിതകാല സമരം SFIയും വിദ്യാർത്ഥികളും ഈ സർവകലാശാല ആസ്ഥാനത്ത് നടത്തുന്നത്. സമാധാനപരമായി ഈ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വേറിട്ട പ്രതിഷേധ പരിപാടികൾ SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഓണം വാരാഘോഷം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് പരമാവധി വേറിട്ട പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് SFI പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ VCയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൽ പൊട്ട് തൊട്ടുകൊണ്ട് ഒരു പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു വേറിട്ട പ്രതിഷേധമാണ് VCക്കെതിരെ ഉണ്ടായത്. അതെ, തീർച്ചയായും വേറിട്ട രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിഷേധമാണ്. കാരണം നിലവിൽ ഇത്തരത്തിലുള്ള സംഘപരിവാറിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു VCക്കെതിരെ കൃത്യമായി കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി ഇത് തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടനയ്ക്ക് പറഞ്ഞു വെക്കാനായിട്ടുള്ളത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ആവശ്യമാണ്, വിദ്യാർത്ഥികളുടെ അത്യന്താപേക്ഷികമായ ആവശ്യമാണ് അവരുടെ എക്സാമുമായി ബന്ധപ്പെട്ട് അവർക്ക് റീവാലുവേഷൻ്റെ ഫീസ് കൃത്യമായിട്ടുള്ള പ്രൈസ് ഹൈക്കാണ് സംഭവിക്കുന്നത്. മാത്രമല്ല, ഒരു വിദ്യാർത്ഥി എക്സാം എഴുതി അയാളുടെ പാകപ്പിഴവല്ല, റീവാലുവേഷൻ്റെ റിസൾട്ട് വരുമ്പോൾ 10-20 മാർക്കാണ് അവർക്ക് ആ ഒരു എക്സാമിൽ കൂടുന്നത്. മാത്രമല്ല, ഈ റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ സപ്ലി രജിസ്റ്റർ ചെയ്യുന്ന ഫീസ് സപ്ലി എക്സാം എഴുതിയതിന് ശേഷമാണ് ഈ റിവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഭാഗത്തുള്ള കൃത്യമായ അനാസ്ഥയാണ്. അപ്പോൾ ഇനി നിലവിൽ റിവാലുവേഷനോട് നിർത്തലാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആരെ സമീപിക്കും? ഞങ്ങൾ എഴുതിയ ഒരു ആൻസർ ഷീറ്റ് ഞങ്ങൾക്ക് കാണാനുള്ള അവകാശം പോലും ഇവിടെ നിഷേധിക്കപ്പെടുകയാണ്. പിന്നെ അതിനുവേണ്ടി ഞങ്ങൾ തീർച്ചയായും ഇവിടെ ഇറങ്ങി പോരാടുക തന്നെ ചെയ്യും. ഞങ്ങളുടെ സമരം ഇനിയും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. പക്ഷേ ഇത്രയും ദിവസമായി സമരം ഞങ്ങൾ ഇവിടെ ഇറങ്ങി സമരത്തിന് ഇറങ്ങിയിട്ട് പോലും കൃത്യമായ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ക്രിക്കറ്റ് കളിച്ചപ്പോൾ ഇവിടുത്തെ 2 പുല്ലനങ്ങി എന്ന് പറഞ്ഞ് പോലീസുകാരെ ഉപയോഗിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇതുവരെ യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയിൽ എടുത്തിട്ടില്ല. കാരണം ഇത് ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത് ഞങ്ങൾക്കറിയില്ല. ഇതിന് കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഞങ്ങൾ എഴുതിയ എക്സാം റീവാലുവേഷൻ നിർത്തലാക്കി കഴിഞ്ഞാൽ എക്സാം ഷീറ്റ് ഞങ്ങൾ എങ്ങനെ അറിയും? ഞങ്ങളുടെ എക്സാം ഷീറ്റിൽ സംഭവിച്ച പാകപ്പിഴ എങ്ങനെ ഞങ്ങൾ അറിയും? കാരണം സ്ക്രൂട്ടണിക്ക് പോകുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആൻസർ ഷീറ്റിന്റെ കോളംസ് ഒരു വാല്യുവേഷൻ പോലും ചെയ്യുന്നില്ല. പല സെക്ഷൻസിനും 0 മാർക്കിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. ഒരു 12 മാർക്കിന്റെ എസ്സേ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ 4-5 പേജിൽ 0 ഇട്ട് വെക്കുകയാണ്. വേറിട്ട പ്രതിഷേധം തുടരും. അതെ, വേറിട്ട പ്രതിഷേധം ഇനിയും തുടരുക തന്നെയാണ് SFIയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനായിട്ടുള്ളത്. ലിനിഷ, എന്തായാലും പ്രതിഷേധം തുടരും. അതിന്റെ ഭാഗമായി തന്നെ നമുക്ക് അതിന്റെ ഒരുക്കങ്ങൾ കാണാൻ കഴിയും. ഈ ലെമൺ ആൻഡ് സ്പൂൺ റേസൊക്കെ അല്പസമയത്തിനുള്ളിൽ നടത്തും എന്നാണ് SFI പ്രവർത്തകർ പറയുന്നത്. സമാധാനപരമായി പ്രതിഷേധം സംഘടിപ്പിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നില്ല. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, പരാതികളിൽ അടിയന്തര നടപടി വേണം, അത് പരിഗണിക്കണം, ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ലഭ്യമാക്കുമെങ്കിൽ അത് നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് SFI പ്രവർത്തകർ പറയുന്നത്. ഇനിയിപ്പോൾ സമരം ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പോലീസ് ഇവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം മണിക്കൂർ സമയം കഴിയുന്നതനുസരിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരികയാണ്. പ്രതിഷേധവും കടുപ്പിക്കുകയാണ്. എന്തായാലും നിലവിൽ പ്രതിഷേധം തുടരും എന്നാണ് SFI പ്രവർത്തകർ പറയുന്നത്. ലിനിഷ.